അപ്പോൾ ആടിൻ്റെ മൂന്നാം ഭാഗം ഒരു ഫ്ലോപ്പ് പടമാകുമോ? അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണത് ആടിൻ്റെ മൂന്നാം ഭാഗത്തെ കുറിച്ചാണ്. ആടിൻ്റെ മൂന്നാം ഭാഗം ഈ വരുന്ന മാർച്ച് 19 റിലീസാണത്. മിഥുൻ മാനുവലാണ് സംവിധാനം ചെയ്യുന്നത്. വിജയ് ബാബുവാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആടിൻ്റെ പ്ലോട്ടിലേക്ക് വരുമ്പോൾ പ്രാവശ്യം ആട് 3 വരുന്നത് 3 ടൈം ലൈൻ ആയിട്ടാണ്. പ്രസൻറ്റ്, ഫ്യൂച്ചർ, പാസ്റ്റ് 3 ടൈം ലൈൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പടത്തിൽ ഇത് പരാജയപ്പെടുമോ എന്ന് ചോദിക്കാനുള്ള കാരണം ഇതിൻ്റെ ഈ ഒരു സ്റ്റോറി തന്നെയാണ്. സ്റ്റോറി എത്രത്തോളം നന്നാവും നമുക്കറിയില്ല. സ്റ്റോറി മേച്ചതായി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ പടം ക്ലിക്കാവും. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൽ 3 ടൈം ലൈൻ ഉണ്ട്. ഈ ടൈം ലൈനിൽ എന്തെങ്കിലും പാഴ്ച വന്നാലും പടത്തിനെ നന്നായി ബാധിക്കും. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് പ്രസൻറ്റത്തെ കാലീകാരം, ഷാജി പാപ്പൻ്റെ പ്രസൻറ്റ് കാലം. പാസ്റ്റത്തെ പോസ്റ്റേഴ്സ് വന്നപ്പോഴും കുറേ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാകുന്നു. അത് എത്രത്തോളം അതിലൊക്കെ ഹ്യൂമർ വർക്കാവും എന്നുള്ളത് നമുക്ക് എടുത്ത് തന്നെ അറിയണം. ഓക്കെ, നമ്മൾ വിജയ് ബാബു ഇന്നലെ നടന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇത് 3 കഥയാണ്. ഈ 3 കഥയിലും ആടിൻ്റെ ക്യാരക്ടേഴ്സിനെ പോലെ അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കഥ ഇറക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇത് ഈ സെയിം ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ചെയ്തിരിക്കുക. അപ്പോൾ എത്രത്തോളം നന്നാവും എന്നറിയില്ല. അപ്പോൾ ഇനി അടുത്ത വീക്കിൽ ഫ്യൂച്ചറത്തെ പോസ്റ്റേഴ്സ് ആവും വരാൻ പോണത്. അത് എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുന്നും അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഷാജി പാപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ദിവസം എന്തായാലും പോവും. ഷാജി പാപ്പനെ ടീമിനെയും കാണാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 ടൈം ലൈൻ, 3 ടൈം ലൈനിലാണ് സിനിമ നടക്കുന്നത്. 2 ടൈം ലൈൻ ആണ് ബേസിക്കലി മെയിൻ ആയിട്ടും ഉള്ളത്. ആ 2 ടൈം ലൈനിലും അതൊരു പുനർജന്മമല്ല, പക്ഷെ ഓരോ ടൈം ലൈനിലും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളെ ആടിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് അതിനെ ഇനാക്ട് ചെയ്യുന്നത്. ഇതിൽ വരാൻ ചാൻസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ എമ്പുരാനിൽ നിങ്ങൾക്ക് അറിയാം, മോഹൻലാൽ കോട്ടിട്ട് വന്നപ്പോൾ അധികം ആർക്കും പറ്റിയില്ല. പക്ഷെ മുണ്ട് മടക്കി വന്ന ആ സീന്, അഥവാ നാട്ടിലത്തെ സീൻ അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ആവും ഇതിത്തെ പ്രസൻറ്റത്തെ കാലക്കാർ അടിപൊളിയാവുക എന്ന് തോന്നുന്നു. ഇനി അറിയില്ല. എന്തേലും അടുത്തിടെ റിലീസ് ആവണത് മാർച്ച് 19 ഒപ്പം ദുരന്തർ 2ഉം ടോക്സിക്കും ഒക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിൽ ആടനെ ആവും തരംഗം, ആട് തരംഗം. ചെകുത്താൻ ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോവത്തുള്ളൂ. ഓക്കെ, ആടിന്റെ പാട്ടുകളും ഫസ്റ്റ് സിംഗിളോ സെക്കൻഡ് സിംഗിളോ ഒന്നും വന്നിട്ടില്ല. ട്രെയിലർ വരാണ്ട്, ടീസർ വരാണ്ട്, എല്ലാം ഈ മന്തിൽ ഉണ്ടാവും. ഈ ടീസർ എന്തായാലും ഈ മന്ത് ഉണ്ടാവും. ഫെബ്രുവരി ലാസ്റ്റ് ആയിട്ട് ടീസറും, ഒരു മാർച്ച് പകുതി ആകുമ്പത്തിന് ട്രെയിലറും നമുക്ക് വരാണ്ട്. സോ നിങ്ങൾക്ക് ഇതുവരെ ഇറങ്ങിയ പോസ്റ്റേഴ്സിൽ ഏത് പോസ്റ്ററാണ് അടിപൊളിയായി തോന്നിയതെന്നും കൂടി കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല സബ് ചെയ്തിട്ടില്ല, കാരണം 5 സബ്ബേ ഉള്ളൂ. നമ്മൾ ടാർഗറ്റ് 10 അതൊന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക പറ്റുകയാണെങ്കിൽ. ഓക്കെ. What? Bro, what are you talking about, man?